നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഇനി ഒരാഴ്ച. ഉപതിരഞ്ഞെടുപ്പിൽ UDFന് മുൻതൂക്കമെന്നാണ് വിലയിരുത്തൽ. അൻവർ ഫാക്ടർ ഇവിടെ ഏഷ്യേക്കില്ല. കിതച്ച് CPM. മണ്ഡലത്തിൽ സർക്കാർ വിരുദ്ധ വികാരം ശക്തമാണ്. മറികടക്കാൻ LDFന്റെ അവസാന അടവായി CPM അനുകൂല സാഹിത്യകാരന്മാരെ ഇറക്കി LDF. ഇരുട്ടിൽ തപ്പി BJP. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വധിക്കാൻ ഒരു ഘട്ടത്തിൽ ഗൂഢാലോചന നടത്തിയ ഹിന്ദു മഹാസഭ. LDFന് നൽകിയ പിന്തുണയും ജനങ്ങൾക്കിടയിൽ CPMനെതിരെയുള്ള അമർഷത്തിന് കാരണമായേക്കാം. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി ഒരാഴ്ച മാത്രം ശേഷിക്കെ മണ്ഡലത്തിൽ UDFന് വ്യക്തമായ മുൻതൂക്കമെന്ന സൂചന. ചിട്ടയായ പ്രവർത്തനവും സർക്കാർ വിരുദ്ധ വികാരവും UDFന് അനുകൂലമാകുമെന്ന വിലയിരുത്തലിലാണ് CPM അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ. മണ്ഡലത്തിലെ മുൻ MLA ആയ PV അൻവർ രണ്ട് മുന്നണികൾക്കെതിരെയും ഉയർത്തിയ വെല്ലുവിളി ഏഷ്യേക്കില്ലെന്ന വിലയിരുത്തലിലാണ് പൊതുവെ. കൂടുതൽ സർക്കാർ വിരുദ്ധ വികാരത്തിനൊപ്പം മണ്ഡലത്തിൽ മലയോര മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷവും LDFന് കനത്ത തിരിച്ചടിയായേക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. ഉപതിരഞ്ഞെടുപ്പിന് വഴിവെച്ച അൻവറിന്റെ രാജിയടക്കം മണ്ഡലത്തിൽ ആദ്യഘട്ടങ്ങളിൽ ചർച്ചയായെങ്കിലും അൻവറിന്റെ നിലപാടുകളിലെ വൈരുദ്ധ്യവും ലക്ഷ്യം തെറ്റിയുള്ള പ്രസ്താവനകളും ഇതിനോടകം അൻവറിനെ അപ്രസക്തനാക്കി കഴിഞ്ഞു. പിണറായിസത്തിന് എതിരെ യുദ്ധപ്രഖ്യാപനവുമായി രംഗത്ത് വന്ന അൻവർ പിന്നീട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിനെതിരെ പരസ്യ ആക്ഷേപവുമായി രംഗത്ത് വന്നിരുന്നു. ഇതിനു പുറമെ തന്നെ UDFൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുമെന്നും അൻവർ ഭീഷണി മുഴക്കി. ഇതോടെ അൻവറുമായി ഇനി ചർച്ചയില്ലെന്ന് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നതോടെ അൻവർ സതീഷിനെതിരെയും തിരിഞ്ഞു. എന്നാൽ പത്രസമ്മേളനങ്ങളല്ലാതെ കാര്യമായ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ അൻവറിനെ കഴിഞ്ഞിട്ടുമില്ല. പിണറായി വിജയനെതിരെ കാര്യകാരണ സഹിതം വിമർശനം ഉന്നയിച്ച PV അൻവർ UDFനും സതീഷിനുമെതിരെ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് സ്വന്തം വിശ്വാസ്യതയ്ക്ക് പോറൽ ഏൽപ്പിച്ചതോടെ മണ്ഡലത്തിൽ അൻവർ ഫാക്ടർ ഏഷ്യേക്കില്ല. അടുത്ത സർക്കാർ വിരുദ്ധ വികാരം നിലനിൽക്കുന്ന മണ്ഡലത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് മറികടക്കാമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു CPM ഉണ്ടായിരുന്നത്. എന്നാൽ സ്വരാജിന്റെ കടന്നുവരവ് LDF ക്യാമ്പിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. കടുത്ത സർക്കാർ വിരുദ്ധ വികാരവും സ്വരാജ് അനുകൂല വികാരവും സൃഷ്ടിക്കാൻ സാംസ്കാരിക നായകരെന്ന് പേരിട്ട് CPM അനുകൂല എഴുത്തുകാരുടെയും സിനിമാക്കാരുടെയും സംഗമം മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്നുമുണ്ട്. സർക്കാരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലം പിൻപറ്റിയവരാണ് സാംസ്കാരിക നായകരെന്ന പേരിൽ പ്രചാരണത്തിന് ഇറങ്ങുന്നതെന്നാണ് UDF ഇതിനെ വ്യക്തമാക്കുന്നത്. കാട്ടുപന്നിയെ കൊടുക്കുവാനുള്ള കെണിയിൽപ്പെട്ട് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിലും സർക്കാരും വൈദ്യുതി വനം വകുപ്പുകളും പ്രതിക്കൂട്ടിലാണ്. ഇതിനെല്ലാം പുറമെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ ശേഷം സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയ BJPയുടെ സാന്നിധ്യം പോലും മണ്ഡലത്തിൽ ഒരിടത്തും ദൃശ്യമാകുന്നില്ല. പ്രചാരണ രംഗത്ത് എല്ലാ തരത്തിലും പിന്നിലായ BJPക്ക് മണ്ഡലത്തിൽ നിലവിലുള്ള വോട്ടുകൾ നിലനിർത്താൻ കഴിയുമോ എന്ന ആശങ്കയും നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുന്ന BJPക്ക് ആകെ എത്ര വോട്ട് ലഭിക്കുമെന്ന ആശങ്കയാണ് ഇപ്പോഴുള്ളത്. മണ്ഡലത്തിൽ വിവിധ മതസാമുദായിക സംഘടനകളും പാർട്ടികളും LDF UDF കക്ഷികൾക്ക് നൽകിയ പിന്തുണയും ചർച്ചാ വിഷയമായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും UDFന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ PDPയും ഹിന്ദു മഹാസഭയും LDFനാണ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99.